വാതിലടിച്ചിട്ട് എന്ത് കാണിക്കും അവിടെ? ഞാനൊന്നും ചെയ്യുന്നില്ല. ഓഹോ, അമ്മയുടെ പഴയ മേക്കപ്പ് സെറ്റ് എടുത്തിട്ട് എന്ത് കാണിക്കാൻ പോവാ? ഞാൻ മാപ്പൊക്കെ എടുത്ത് തിന്നാൻ പോകുന്നു. പാറുവേ, തർക്കുത്തരം കുറച്ച് കൂടുന്നുണ്ടേ. ഇത്ര നേരം എല്ലാവരും കുറ്റം പറഞ്ഞപ്പോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അത് ഓർമ്മ വേണം. ആരും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട. ഓ, എന്തുവാടേ, എല്ലാത്തിനും ഓടിക്കേണ്ട സമയം ആയോ ഇവിടെന്ന്? കുരുപ്പഴത്തോട് ഓടിക്കേണ്ട സമയം കഴിഞ്ഞ്. ഇതിന് ഞാനൊന്നും ശിവ, നീ കൈന്ന് വിട്. വിട് വിട്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. ചേച്ചി വിട് ചേച്ചി. എന്താന്ന് നോക്കട്ടെ. ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യൂ. ചേച്ചി ഇത്രേ ഉള്ളൂ. കണ്ടാ, അച്ഛൻ പറയണ പോലെ പറയണണ്ട. ഇതാണ് പറയുന്നത്, കുഞ്ഞു പിള്ളേരുടെ മുമ്പിൽ വെച്ച് ആവശ്യത്തെ കാര്യമൊന്നും പറയരുതെന്ന്. എന്നെ പറയാം, പക്ഷേ എനിക്ക് പറഞ്ഞൂടാ. പറഞ്ഞൂടാ, കാരണം നീ കൊച്ചു കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ കൊച്ചുകുട്ടിയാണ്, അത് ചേച്ചിക്ക് ഓർമ്മയാണോ? ഇതിന് ഞാൻ എന്താന്ന് ഇവിടെ ബഹളം? ചുമ്മാ ഭക്ഷണം ഉണ്ടാക്കി ചേട്ടാ. ലച്ചുവേ, ഇത് കുറച്ച് കൂടുന്നുണ്ടാ. എനിക്ക് ദേഷ്യം വന്ന് എല്ലാത്തിനും എടുത്തിട്ട് അലക്കും ഞാൻ ഒരുമിച്ച്. എന്റെ ദൈവമേ, ഇതുപോലത്തെ ഒരു മേക്കപ്പ് കൊതിച്ചിട്ട് ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. നിനക്ക് എന്താ പ്രാന്ത? അവള് വിട്ടുപടിയെ ചുമ്മാ അതിന് വെക്കിട്ട് എന്തിന്? ചേട്ടൻ അറിയാലോ ഇവിടെ ഞാൻ ഇവളെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ഒരു തുള്ളി സ്നേഹം പോലും ഇവക്ക് തിരിച്ച് എന്നോടില്ല. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇവള് ജനിച്ച് വീണ അന്ന് തൊട്ട് തറയിൽ വെച്ച ഉറുമ്പായിരിക്കും, തലയിൽ വെച്ച പേനായിരിക്കും പറഞ്ഞാണ് ഞാൻ നോക്കിയത്. ഇവരുടെ അമ്മ പോലും ഇവളെ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല. എന്റെ അടുത്താണ് ഇവളിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ എനിക്ക് തണ്ണം ഉണ്ടാവില്ല ചേട്ടാ. ചേട്ടോ, നമ്മുടെ മറ്റേ ഉച്ചേച്ചിയുടെ ജനസേവാ കേന്ദ്രം ഇല്ലേ? നോക്കട്ടാ നിന്നെ ജനസേവാ കേന്ദ്രം. ഇനിയിപ്പോ കുറെ കൂട്ടുകാരിയും കൊണ്ട് വരും. എന്നിട്ടൊരു ഡയലോഗ് ഉണ്ട്, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അവർ റിലേഷൻഷിപ്പ് ഈസ് കൈൻഡ് ഓഫ് ഡിവൈൻ എന്നൊക്കെ പറഞ്ഞോണ്ട് കയ്യും കാലം പറ്റിയെടുത്ത് ആ പാറമേട ഇടും ഞാൻ. നോക്കിക്കോ ചേച്ചിക്ക് എന്തോ ചേച്ചി പ്രശ്നം. ഇപ്പൊ എന്താ ഞാൻ ഇറങ്ങി പോട്ടെ അങ്ങ്. നീ പോടാ. കൂടെ വന്നാ മാളവികയുടെ വീട് വരല്ലേ പോളൂ. പോയിട്ട് വാ, ചെല്ല്. അതിന് ചേച്ചി മേടിക്കുവേ. അകത്തിട്ട് പൂട്ടിയേട്ടാ, വൈകിട്ട് വല്ലതും തുറന്നു വിടാം. എന്നാലും ഇതൊന്ന് ഇറങ്ങും. എന്ത് കഷ്ടമാണ്. നീ ആ കൊച്ചിന്റെ മുഖത്ത് കുറച്ച് പൗഡർ വരെ തേച്ചു കൊടുക്കും. മേക്കപ്പ് ചെയ്യാൻ അറിയാവോ? ഒരു പിടി ചോറ് വാരി കഴിക്കാൻ നിനക്ക് അറിയാൻ പാടില്ലല്ലോ. ഒരു ഗ്ലാസ് പാല് കൊടുത്തു നോക്ക്, കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കും. വായിലേക്ക് ഒഴിക്കേണ്ട പാല് നേരെ മേത്തോട്ടാ ഒഴിക്കണത്. അവളാണ് മേക്കപ്പ് ചെയ്യാൻ നടക്കണേ. കേശുവേ, വാതില് പുറത്തുനിന്ന് അങ്ങ് പൂട്ടിക്കോ. ഇനിയിപ്പോ എങ്ങാനും വിശന്ന് കരയുവാണെങ്കിൽ ആ ജനല് വഴി ഒരു ചെറിയ പഴം ഇട്ട് കൊടുത്താൽ മതി. അതടിച്ച അത് ഒതുങ്ങി. ഇനി നിന്നെ ഒതുക്കി ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ഞാൻ കുറച്ച് ഓവറാക്കണതല്ലേ ചേട്ടാ. എന്താ ഇതിന്റെ ഒക്കെ മുമ്പിൽ പിടിച്ചു വെക്കണ്ടേ? ഭയങ്കര കഷ്ടപ്പാടാ. ശരിയാണ്, ഈ പോക്കാണെങ്കിണ്ടല്ലോ മിക്കവാളും അവള് കഴിച്ച് ചെങ്ങലക്കിടും. അത് മിക്കവാറും വേണ്ട വരും. നീ പോടാ കോമളന. കിന്നര കോമളൻ സാറ്. ഇനിയിപ്പോ ജനസേവാ കേന്ദ്രത്തിലായിരിക്കും ഇവന്റെ വിളയാട്ടം മൊത്തം. ഗൾഫിൽ കിടക്കണ മനുഷ്യൻ പൊട്ടനായോണ്ട് ഇങ്ങനെയാണ് നീളിപ്പ് കാണിക്കുന്നത്. ഒന്നുമില്ല, മക്കൾക്കൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുക്കളയിലോട്ടുണ്ട്. അപ്പൊ അവിടെ മനസ്സ് ശാന്തിയായിട്ട് ഇരുന്നോളും. വന്നേ. എടേ, അകത്ത് ഭയങ്കര മേക്കപ്പ് ആയിരിക്കും കേട്ടാ. ഇനിയിപ്പോ നിനക്കെന്താ അവളെ എന്തേലും ചെയ്തിട്ട്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്.